ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററിലെ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. അതിൽ കുറച്ച് നോട്ട്സ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ആദ്യത്തേത് ഇൻട്രൊഡക്ഷനാണ്. അതിനകത്ത് എന്താണ് റവല്യൂഷൻസ്, അതുപോലെ റവല്യൂഷൻസിൻ്റെ പ്രധാനപ്പെട്ട കാരണം റിനേസൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ റിനേസൻസ് കാരണമുണ്ടായ എൻലൈറ്റൻമെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ഇത് അതിൻ്റെ ഇൻട്രൊഡക്ഷനായി നൽകിയിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് റവല്യൂഷനിലേക്ക് നയിച്ചത്. ഈ ഇൻട്രൊഡക്ഷൻ്റെയും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെയും നോട്ട്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നോട്ട്സിലേക്ക് പോകാം. വാട്ട് ഈസ് റവല്യൂഷൻ? The struggles that tried to change the system, denied freedom and rights, and to establish a new one are known as revolutions. Mention the major factor that stimulated earlier revolutions. Renaissance. Mention the features of Renaissance: humanism, scientific temper, rational thinking, growth of regional or vernacular languages. What is Enlightenment? Enlightenment was an intellectual and cultural movement formed as a result of Renaissance. Thinkers of this movement propagated ideas like freedom, democracy, equality, and nationalism. It encouraged the people in different parts of the world to protest against the autocratic system prevailing then, which resulted in the revolutions. ഈ റിനൈസൻസും അതിനോട് ബന്ധപ്പെട്ടുണ്ടായ എൻലൈറ്റൻമെൻറ്റുമാണ് റവല്യൂഷനിലേക്ക് നയിച്ചത്. ഈ വീഡിയോയിൽ നാം അമേരിക്കൻ റവല്യൂഷൻ്റെ നോട്ട്സാണ് നൽകുന്നത്. അടുത്ത വീഡിയോയിൽ ബാക്കി റവല്യൂഷൻസിൻ്റെ നോട്ട്സ് നൽകുന്നതായിരിക്കും. ആദ്യം നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഹൂ റേസ്ഡ് ദിസ് സ്ലോഗൻ? ജെയിംസ് ഓട്ടിസ്. വാട്ട് ഡിഡ് പീപ്പിൾ ഡിമാൻഡ് ത്രൂ ദിസ് സ്ലോഗൻ? റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്, ഇലക്ഷൻ, ഇക്വാളിറ്റി, ഫ്രീഡം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, ഇതത്ര പ്രധാനപ്പെട്ടതല്ല. വാട്ട് വാസ് ദ മേജർ എയിം ഓഫ് ദ മൈഗ്രേഷൻ ഓഫ് യൂറോപ്യൻസ്? ടു എക്സ്പ്ലോയിറ്റ് റിസോഴ്സസ്. അടുത്തത് പ്രധാനപ്പെട്ടതാണ്. വാട്ട് വാസ് മെർക്കൻറ്റിലിസം? The policy implemented by the British merchants with the help of their motherland in the American colonies for collecting raw materials and for selling their products for making profit is known as mercantilism. ഇതൊരു വ്യാപാര നയമാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത 13 കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ആ 13 കോളനികളുടെയും പേരിവിടെ നൽകിയിട്ടുണ്ട്. വാട്ട് വെയർ ദ കോസസ് ഓഫ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന് മെർക്കൻറ്റിലിസവും അതുപോലെ ഐഡിയോളജീസ് ഓഫ് ദ തിങ്കേഴ്സുമാണ്. എക്സ്പ്ലെയിൻ എനി വൺ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് മെർക്കൻറ്റിലിസ്റ്റ് ലോസോ അല്ലെങ്കിൽ ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സോ എഴുതാം. മെർക്കൻറ്റിലിസ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ എന്താണ് മെർക്കൻറ്റിലിസം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു വ്യാപാര നയമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഇനി പറയുന്നത്. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. Products of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. British stamp must be affixed on all the legal documents, newspapers, pamphlets, license, etc. Colonies must provide food, quarters for the British troops which were maintained in the colonies. Import tax must be paid for the import of tea, glass, paper, etc. അടുത്ത രണ്ടാമത്തെ റീസണാണ് ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സ്. അതിൽ ജോൺ ലോക്കും തോമസ് പെയിനുമാണ് പ്രധാനപ്പെട്ടത്. എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. തോമസ് പെയിൻ, ദർ ഇസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ് നോർത്ത് അമേരിക്ക ബി പെർപ്പച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ, ഇംഗ്ലണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ജെയിംസ് ഓട്ടിസിനെയും കൂടെ ചേർക്കാം. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അടുത്തത് കുറച്ച് ഷോർട്ട് നോട്ട്സുകളാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. ബോസ്റ്റൺ ടീ പാർട്ടി, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. On 16 December 1773, a group of people discussed as the Red Indians boarded the ships at night in the Boston harbor and threw 342 jets of tea into the sea. This protest is known as the Boston Tea Party. അടുത്തത് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകളെ കുറിച്ചുള്ള ഷോർട്ട് നോട്ടാണ്. അത് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് മുഴുവനും ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എടുത്തും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഇയർ 1774. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പെറ്റീഷൻ. പീപ്പിൾ ഓഫ് ദ കോളനീസ് സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. അതിലെ ഡിമാൻഡ്, ദേ ഡിമാൻഡഡ് ദ റീഒക്കേഷൻ ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ റിസൾട്ട് ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോണ്ടിനെൻ്റൽ കോളനീസ്. അടുത്തത് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഓഫ് 1775. Elected George Washington as the commander-in-chief of the Continental Army. Common sense pamphlets of Thomas Paine. He declared that it was wise for the Americans to break the ties with Britain. അടുത്തത് മൂന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ് 1776. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഇതിനകത്താണ് വരുന്നത്. 4th July 1776. പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇത് വൺ വേർഡിനും പ്രതീക്ഷിക്കാം.
അതിലെ ഐഡിയോളജീസ് എന്ന് പറയുന്നത് ഏതിലെ ഐഡിയോളജീസ്? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഐഡിയോളജീസ്. ഓൾ ആർ ഈക്വൽ, എവരി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, പീപ്പിൾസ് റൈറ്റ് ടു ചൂസ് ഓർ അബോളിഷ് ദെയർ ഓൺ ഗവൺമെൻറ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കൂടുതൽ കൂട്ടിച്ചേർക്കാം. ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുപോലെ വൺ വേർഡും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ റിസൾട്ട്സ് ഓഫ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. വാർ എൻഡഡ് ഇൻ 1781. ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫോർമേഷൻ ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് അത്ര വലിയ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ല, എന്നാലും ഒന്ന് നോക്കി വെച്ചിരിക്കുക. അടുത്തത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ജെയിംസ് മാഡിസൺ. ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക? ജോർജ് വാഷിംഗ്ടൺ. അടുത്തത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗ ഡിഡ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്? Gave direction and motivation to the later freedom struggles and revolutions all over the world. Put forward the concept of republican form of government. Prepared the first written constitution. Contributed to the concept of federal system that ensured freedom and authority of states in the union. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. ജോഗ്രഫി ഫസ്റ്റ് ലെസൺ സീസൺസ് ആൻഡ് ടൈം നോട്ട് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ക്യുസും പ്രസംഗം പോലുള്ള ദിനാചരണ വീഡിയോകളും അതുപോലെ തന്നെ പൊതുവിജ്ഞാനം, സോഷ്യൽ സയൻസ് നോട്ട്സ് മുതലായവ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത്.